സംസ്ഥാനത്ത് പ്രിയദർശിനി ബസ് വന്നതോടെ തിരക്കോട് തിരക്ക്. സൗജന്യ യാത്ര സ്ത്രീകൾക്ക് പ്രിയമാണെങ്കിലും അത് ബസ് ജീവനക്കാർക്ക് അത്ര പ്രിയമല്ലാതാകുന്നു. അമിത ജോലിഭാരമെന്ന് പരാതിയുമായി KSRTC ജീവനക്കാർ. ഇതിന് പരിഹാരമായി ബസ്സുകളുടെ എണ്ണം കൂട്ടി ജോലിഭാരം കുറയ്ക്കണമെന്ന ആവശ്യം ശക്തം. നമുക്കറിയാം, സംസ്ഥാനത്ത് പ്രിയദർശിനി ബസ് വന്നതോടെ തിരക്കോട് തിരക്കാണ് അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിക്കുന്നത്. എല്ലാ ബസ്സിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് യാത്രാ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര ശരിക്കും വലിയ ജനപ്രീതി നേടിയിട്ടുണ്ടെങ്കിലും അത് ബസ് ജീവനക്കാർക്കിടയിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും അതിർത്തിയും ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയും വരുമാന നഷ്ടവുമാണ്. അതായത്, സൗജന്യയാത്ര സ്ത്രീകൾക്ക് പ്രിയമാണെങ്കിലും അത് ബസ് ജീവനക്കാർക്ക് അത്ര പ്രിയമല്ലാതാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ അടുത്തിടെയുള്ളത്. പല റൂട്ടുകളിലും കളക്ഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജീവനക്കാർക്ക് ബാറ്റ അഥവാ കമ്മീഷൻ ലഭിച്ചിരുന്നത്. ഇപ്പോൾ അതുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്ക ജീവനക്കാർ പങ്കുവയ്ക്കുന്നു. വരുമാനം കുറയുമ്പോഴും ഇന്ധനച്ചെലവ് മാറാതെ നിൽക്കുന്നത് സർവീസുകളെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ജോലി ഭാരവും മാനസിക സമ്മർദ്ദവും ഇരട്ടിയാക്കുകയാണ്. സൗജന്യ യാത്ര കാരണം ബസ്സുകളിൽ യാത്രക്കാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു. തിരക്ക് കാരണം കൃത്യസമയത്ത് സർവീസ് പൂർത്തിയാക്കാൻ പോലും ജീവനക്കാർ ബുദ്ധിമുട്ടുന്ന കാഴ്ചയുമുണ്ട്. സീറ്റുകളെ ചൊല്ലിയും ടിക്കറ്റ് എടുക്കുന്നതിനെ ചൊല്ലിയും യാത്രക്കാരുമായി തർക്കങ്ങൾ ദിനംപ്രതി ഉണ്ടാകുന്നുവെന്നും ജീവനക്കാർ പറയുന്നുണ്ട്. അതായത്, സീറ്റുകൾ വളരെ കുറവാണ്. സൗകര്യങ്ങളുടെ കുറവ് വലിയ തരത്തിൽ ജീവനക്കാരെ ബാധിച്ചു തുടങ്ങി. സ്ത്രീകളുടെ തിരക്ക് കൂടുമ്പോൾ പുരുഷന്മാർക്കും മറ്റ് സ്ഥിരം യാത്രക്കാർക്കും സീറ്റ് കിട്ടാതാവുന്ന അവസ്ഥയുമുണ്ട്. ചിലയിടങ്ങളിൽ സൗജന്യ യാത്രക്കാരെ കയറ്റാതിരിക്കാൻ ബസ്സുകൾ നിർത്താതെ പോകുന്നതായും പരാതികളുണ്ട്. കാരണം തിരക്ക് കൂടുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ബസ് നിർത്താതെ പോകുന്നതെന്ന് ഇവർ പറയുന്നു. ഈ പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് സഹായിക്കുന്നുണ്ടെങ്കിലും ബസ് ജീവനക്കാരുടെ സാമ്പത്തിക സുരക്ഷിതത്വവും തൊഴിൽ സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഇത് പൂർണ്ണ വിജയമാകൂ എന്നാണ് ജീവനക്കാർ പറയുന്നത്. അമിത ജോലിഭാരം എന്ന പരാതിയുമായി ഇപ്പോൾ KSRTC ജീവനക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിന് പരിഹാരവുമായി ബസ്സുകളുടെ എണ്ണം കൂട്ടി ജോലിഭാരം കുറയ്ക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അതേസമയം പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതി ഉപയോഗിക്കുന്ന വനിതകൾക്ക് പ്രത്യേകം കാർഡ് നൽകുന്നത് പരിഗണനയിലുണ്ട്. പദ്ധതി ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാനും ചില ജീവനക്കാർ ഒന്നിലേറെ ടിക്കറ്റുകൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും കൂടിയാണ് ഇത്തരത്തിൽ കാർഡ് നൽകാൻ ആലോചിക്കുന്നത്. ദൂരേക്കുള്ള ടിക്കറ്റ് എടുത്ത് ഇടയ്ക്ക് യാത്ര അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെ ഒട്ടേറെ പരാതികൾ ഗതാഗത വകുപ്പിന് ലഭിക്കുന്നുണ്ട്. പദ്ധതി നിരീക്ഷിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് കാർഡ് അത്യാവശ്യമാണെന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.